നമ്മൾ കാണുന്ന ജനപ്രതിനിധികൾ അധികാരത്തിലേക്ക് കടന്നു വന്നത്. അതാണ് സാഹചര്യം. പിന്നീട് വന്ന വയനാട് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ ആക്ടിലെ 175 അനുച്ഛേദമനുസരിച്ച് ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരികയാണ്. ആ ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് ഈ പറയുന്ന അധികാര വികേന്ദ്രീകരണത്തിന്റെ നട്ടല്ലൊടിക്കുന്നതിന്റെ നാൾ വഴികളാണ് പിന്നീടുള്ള 5 വർഷക്കാലം കേരളം കണ്ടത്. അതായത് പഞ്ചായത്തില് വിജയിച്ചു വരുന്ന ഗ്രാമങ്ങളിൽ നിന്നും വിജയിച്ചു വരുന്ന വാർഡുകളിൽ നിന്നും വിജയിച്ചു വരുന്ന ജനപ്രതിനിധികൾക്ക് സ്വാതന്ത്ര്യമായി അവരുടെ അഭിപ്രായങ്ങൾ പറയുവാനോ ഗ്രാമസഭകൾ കൃത്യമായി കൂടുവാനോ ഗ്രാമസഭകൾ കൂടിയാലാകട്ടെ അധികാരത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി മിഷനറിയെ ചലിപ്പിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളെ മുഖവിലക്കെടുക്കാതെ ആ കാലഘട്ടത്തിൽ ഗ്രാമസഭകളെ നിർവീര്യമാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകുക മാത്രമല്ല, ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ പോലും കൃത്യമായ നിലപാടുകളില്ലാതെ കടമെടുപ്പങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. പക്ഷെ പിന്നീട് വന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോ ഗ്രാമങ്ങളിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ള ജനപ്രതിനിധികൾക്കും ഗ്രാമസഭകൾ സ്വതന്ത്രമായ ഒരു പാർലമെന്റ് പോലെ അവർക്ക് വോട്ടവകാശമുള്ള എല്ലാ ജനങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ വികസന സങ്കല്പങ്ങളും സ്വതന്ത്രമായ ഗ്രാമസഭയിൽ അവതരിപ്പിക്കുവാനും അവതരിപ്പിക്കുന്ന തീരുമാനങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ട് ഗ്രാമസഭകളിലേക്ക് കടന്നു വരുമ്പോ പഞ്ചായത്തുകളിലേക്ക് കടന്നു വരുമ്പോ അത് നിയമമായി ആ ജനങ്ങൾക്ക് തിരികെ കൊടുക്കുവാൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോ ഗ്രാമസഭകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് അക്കാലഘട്ടങ്ങളിൽ കടന്നുപോയതെങ്കിൽ പിന്നീട് 1916 പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന കാലഘട്ടം, അങ്ങനെ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന കാലഘട്ടം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ 9 വർഷക്കാലം നാം എടുത്ത് പരിശോധിക്കുമ്പോ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് ഗ്രാമസഭകൾക്കും ഗ്രാമപഞ്ചായത്തുകൾക്കും പറയുവാനുള്ളതെന്ന് നാം തിരിച്ചറിയണം. ആ നമ്മൾ നൽകിയ അധികാര കേന്ദ്രീകരണത്തിലൂടെ നൽകിയ ഗ്രാമങ്ങൾക്ക് നൽകിയ സുതാര്യതയുണ്ടല്ലോ, ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ 9 വർഷക്കാലം